നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മാമ്പഴം പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഗോമാങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് നന്നായി കഴുകി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇത് ഗോമാങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി നല്ലത്. നല്ല ഇത് കിട്ടണ ഗോമാങ്ങയാവണം. ഒന്നിങ്ങനെ എല്ലാ മാങ്ങയും മുറിച്ചെടുത്തിട്ട് മുറിവിട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇത് വെച്ചിട്ട് എല്ലാത്തിനും ഇത് പോണക്കെ വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്താൽ മാത്രമേ അതിനകത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയെല്ലാം കയറുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇത് വേവാൻ തക്കത്തെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് ഈ വെള്ളം കുറുകിയിട്ട് ആ ഗ്രേവി നമുക്ക് ഇതിൻ്റെ ഒന്നിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം നന്നായി വേകണം. അതുകൊണ്ട് ഇത്ര പോലെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ഇതിനെ അടുപ്പത്ത് വെക്കേണ്ടി വരും. അന്നെങ്കിൽ ഇത് നന്നായി വെന്ത് അതിൻ്റെ കുറുകി കിട്ടുള്ളൂ. കുക്കറിലിട്ടാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമുക്കിത് മൺകലത്തിലാക്കുമ്പോഴാണ് ഇതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം നമ്മൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നു. ഗ്രേവിയെല്ലാം നല്ല ഇങ്ങനെ കുറുങ്ങനെ ആയിട്ടുണ്ട്. മാങ്ങ നന്നായി വെന്തിട്ടുമുണ്ട്. നമുക്ക് ഈ ഗ്രേവിയെല്ലാം ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ചും കൂടി നമുക്കിതിനെ ഒന്ന് വറ്റിക്കാനുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പാകത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഈ ഗ്രേവിയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇതിന് ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഉപ്പും മുളകും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. ആണല്ലേ, അടിപൊളി മാമ്പഴ പുഴുക്കായിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായന്ന് ഇങ്ങനെ വെള്ളമൊടിയുന്നു. ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് കഴിക്കുമ്പോൾ നമ്മളൊക്കെ ആ ഒരിതുണ്ടല്ലോ, കുറച്ച് ചൂടുണ്ട്. അങ്ങനെ അത് എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഇതിൻ്റെ എരിവും പുളിവും മധുരവും എല്ലാം ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇരിക്കുന്നു. ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം മക്കളെ, നിങ്ങളേ ഇതിൻ്റെ ടേസ്റ്റ് അറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ എല്ലാം സീസണല്ലേ, അപ്പോൾ അതുകൊണ്ട് മാങ്ങക്കൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും കിട്ടും മാങ്ങയെല്ലാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയണേ. കൂടാതെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.